ഹായ് ഫ്രണ്ട്സ്, ഞാൻ ബ്രൈറ്റ്. ഈ കേരളം ഓൺലൈൻ സർവീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വാഹനത്തിൻ്റെ RC പർട്ടിക്കുലേഴ്സിന് അപേക്ഷിച്ച് ഉടൻ തന്നെ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും, പ്രിൻ്റ് എടുക്കാൻ സാധിക്കും. അതെങ്ങനെയെന്നാണ് ഇന്നിവിടെ നോക്കുന്നത്. ഡ്രൈവിംഗ് ലൈസൻസും RCയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഓൺലൈൻ പ്രോസസ്സുകൾ അടങ്ങിയ വീഡിയോകൾ ചാനലിൽ ലഭ്യമാണ്. നിങ്ങളിതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക. ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. RC പർട്ടിക്കുലേഴ്സ് പോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് ഡ്രൈവിംഗ് ലൈസൻസ് പർട്ടിക്കുലേഴ്സും. ഇതും ഓൺലൈനായി അപേക്ഷിച്ചെടുക്കുവാൻ സാധിക്കും. എങ്ങനെ അപേക്ഷിക്കാമെന്ന വീഡിയോയും ചാനലിൽ ലഭ്യമാണ്. മുകളിലായി ബട്ടണിലും എൻഡ് സ്ക്രീനിലും ലിങ്ക് കൊടുത്തിട്ടുണ്ട്. വാഹനത്തിൻ്റെ RC പർട്ടിക്കുലേഴ്സ് എടുക്കാനായി സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് ഇതാണ്. സൈറ്റ് അഡ്രസ് parivahan.gov.in എന്നതാണ്. താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. സൈറ്റിൽ പ്രവേശിച്ച ശേഷം ഇടത് സൈഡിലായി ഓൺലൈൻ സർവീസസ് എന്ന് കാണാം. അവിടെ പ്രസ് ചെയ്താൽ തൊട്ട് താഴെയായി വെഹിക്കിൾ റിലേറ്റഡ് സർവീസസ് എന്ന് കാണാം. അവിടെ പ്രസ് ചെയ്തതിന് ശേഷം സ്റ്റേറ്റ് കേരള തിരഞ്ഞെടുത്ത് കൊടുത്ത് മുന്നോട്ട് പോകണം. തുടർന്ന് വരുന്ന പേജിൽ വെഹിക്കിൾ രജിസ്ട്രേഷൻ നമ്പർ എന്നുള്ളതിൽ പ്രസ് ചെയ്തതിന് ശേഷം വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അവസാനത്തെ 4 ഡിജിറ്റും ടൈപ്പ് ചെയ്യണം. 4 ഡിജിറ്റ് ഇല്ലാത്തവർ ഇടത് സൈഡിൽ 0 ചേർത്ത് 4 അക്കങ്ങളാക്കി കൊടുക്കണം. അതല്ലെങ്കിൽ മുകളിലുള്ള രജിസ്റ്ററിംഗ് അതോറിറ്റിയിൽ പ്രസ് ചെയ്തതിന് ശേഷം താഴെ സ്റ്റേറ്റ് കേരള തിരഞ്ഞെടുത്ത് അതിനുശേഷം നിങ്ങളുടെ RTO ഏതാണെന്ന് വെച്ചാൽ അത് തിരഞ്ഞെടുത്ത് കൊടുത്ത് താഴെ ചെക്ക് ബോക്സിൽ ടിക്ക് മാർക്കും വരുത്തി പ്രൊസീഡ് കൊടുത്ത് മുന്നോട്ട് പോകാവുന്നതാണ്. ഞാനിവിടെ വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്ത് പ്രൊസീഡ് കൊടുത്ത് മുന്നോട്ട് പോയതിന് ശേഷം വരുന്ന പോപ്പപ്പ് വിൻഡോയിൽ വീണ്ടും പ്രൊസീഡ് കൊടുത്ത് മുന്നോട്ട് പോകുകയാണ്. തുടർന്ന് നമുക്ക് ഇങ്ങനെ ഒരു ഡാഷ്ബോർഡ് ലഭിക്കുകയും ഇവിടെ താഴെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. ഇവിടെ നമ്മൾ RCയും ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കണം. അതായത് ആധാറിൽ ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പരും RCയിൽ കൊടുത്ത് അത് അപ്ഡേറ്റ് ചെയ്യണം. അതിൽ ആദ്യത്തെ മാർഗ്ഗം മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ബ്രാക്കറ്റിൽ ആധാർ ബേസ്ഡ് എന്ന് കൊടുത്തിരിക്കുന്ന ഒരു ലിങ്ക് കാണാം. അതുവഴി പ്രവേശിച്ച് നമുക്ക് ആധാറും RCയുമായിട്ട് ലിങ്ക് ചെയ്യാം. അതിൻ്റെ വീഡിയോ ചാനലിൽ ലഭ്യമാണ്. ഇത് ഉടൻ തന്നെ ലിങ്ക് ചെയ്തെടുക്കാവുന്ന ഒന്നാണ്. ഇതിങ്ങനെ ലിങ്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് നേരിട്ടാൽ, അതായത് പേരിലോ എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങൾ, സ്പെല്ലിങ്ങിലൊക്കെ വ്യത്യാസം വരുവാണെങ്കിൽ ഓൺലൈനായി ചെയ്യാൻ കഴിയാതെ വരും. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ തൊട്ട് വലത് സൈഡിൽ മറ്റൊരു ലിങ്ക് ഉണ്ട്. ആധാർ അപ്ഡേറ്റ് ആധാർ ബ്രാക്കറ്റിൽ വെരിഫൈയിങ് ആൻഡ് അപ്രൂവൽ വിൽ ബി ഡൺ അറ്റ് RTO. ഈ ഒരു ലിങ്ക് വഴി പ്രവേശിച്ച് ഓൺലൈനായി പ്രോസസ്സുകൾ ചെയ്ത് ഡോക്യുമെൻറ്റ്സൊക്കെ അപ്ലോഡ് ചെയ്തതിന് ശേഷം ഉടമ നേരിട്ട് RTO ഓഫീസിൽ പോയി ഇത് അപ്ഡേറ്റ് ചെയ്യാൻ ഈ ഡോക്യുമെൻറ്റ്സ് കൊടുത്ത് അപ്ഡേറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടുന്നത്. ഇതിൻ്റെയും വീഡിയോ ചാനലിൽ ലഭ്യമാണ്. ലിങ്ക് മുകളിലായി ബട്ടണിലും താഴെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ സ്ക്രീനിലുമായിട്ടൊക്കെ കൊടുത്തിരിക്കാം. ഇങ്ങനെ മൊബൈൽ അപ്ഡേറ്റ് ചെയ്ത് അതിലേക്ക് വരുന്ന OTP കൊടുത്തെങ്കിൽ ഈ ഒരു പ്രോസസ്സ് ചെയ്യാൻ സാധിക്കും. ഇത് മാത്രമല്ല എന്ത് ഓൺലൈൻ പ്രോസസ്സും ഇങ്ങനെ ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ക്യാമറ ഫൈനോ മറ്റോ പെൻഡിങ്ങിലുണ്ടെങ്കിലും ഈ ഒരു പ്രോസസ്സ് ചെയ്യുവാൻ സാധിക്കത്തില്ല. ഇനി നമുക്ക് വീഡിയോയിലേക്ക് വരാം. ഇവിടെ നമുക്ക് RC പർട്ടിക്കുലേഴ്സ് എന്ന് കാണാം. ആ ഒരു ലിങ്കിൽ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടുന്നത്. തുടർന്ന് വരുന്ന പേജിൽ നമ്മൾ നേരത്തെ കൊടുത്ത വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ അവിടെ കാണിക്കുകയും തൊട്ട് താഴെ ഷാസി നമ്പർ എന്ന ചേസിസ് നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അവസാനത്തെ 5 ഡിജിറ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതിയാകും. ഇത് RC ബുക്കിലുണ്ടാകും. അതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം തൊട്ട് താഴെയായി വെരിഫൈ ഡീറ്റെയിൽസ് എന്നുണ്ടാകും. അവിടെ പ്രസ് ചെയ്ത് കൊടുക്കണം. തുടർന്ന് ഇങ്ങനെ ഒരു പേജ് വരികയും ഇവിടെ നമുക്ക് RCയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ കാണിക്കുന്നതാണ്. വാഹന ഉടമയുടെ RCയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിൻ്റെ അവസാനത്തെ 4 ഡിജിറ്റാണ് കാണിക്കുന്നത്. ഇത് കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ജനറേറ്റ് OTP എന്നുള്ള ലിങ്കിൽ പ്രസ് ചെയ്ത് കൊടുക്കാം. കറക്റ്റ് അല്ലെന്നുണ്ടെങ്കിൽ നേരത്തെ കാണിച്ചതുപോലെ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്തിട്ട് വന്നിട്ട് വേണം ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുവാൻ. എനിക്കിവിടെ മൊബൈൽ നമ്പർ കറക്റ്റാണ്. അതുകൊണ്ട് ജനറേറ്റ് OTPയിൽ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ആ മൊബൈലിലേക്ക് OTP വരികയും ആ OTP അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് സബ്മിറ്റിൽ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. തുടർന്ന് വരുന്ന പേജിൽ മുകളിൽ വാഹനത്തിൻ്റെ ഡീറ്റെയിൽസ് കാണിക്കുന്നതാണ്. ഫിറ്റ്നസ്സൊക്കെ പക്കയായിരിക്കണം. തൊട്ട് താഴെയായിട്ട് RC പർട്ടിക്കുലേഴ്സ് ഫീ കാണിച്ചിട്ടുണ്ട്. വെറും 50 രൂപ മാത്രമേ ഫീ ആയിട്ട് നമ്മൾ അടയ്ക്കേണ്ടുന്നതുള്ളൂ. താഴോട്ട് വന്നതിന് ശേഷം അവിടെ പേയ്മെൻറ്റ് എന്നുള്ള ലിങ്ക് പ്രസ് ചെയ്ത് കൊടുക്കണം. തുടർന്ന് കൺഫേം പേയ്മെൻറ്റ് എന്നുള്ള ആ പോപ്പപ്പ് വിൻഡോയിൽ വീണ്ടും പ്രസ് ചെയ്ത് കൊടുക്കണം. തുടർന്ന് വരുന്ന പേജിൽ മുകളിൽ കാണുന്ന ടാബിൽ നിന്നും ട്രഷറി തിരഞ്ഞെടുത്തതിന് ശേഷം താഴെ വന്ന് ചെക്ക് ബോക്സിൽ ടിക്ക് മാർക്ക് വരുത്തി കണ്ടിന്യൂ കൊടുത്ത് മുന്നോട്ട് പോകാവുന്നതാണ്. തുടർന്ന് പേയ്മെൻറ്റ് ഓപ്ഷൻസ് വരുന്നതാണ്. ഇവിടെ ഏതെങ്കിലും ഒരു പേയ്മെൻറ്റ് ഓപ്ഷൻ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. നെറ്റ് ബാങ്കിങ്, ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ് എന്ന ATM കാർഡ്, UPI പേയ്മെൻറ്റ്, ധാരാളം ഓപ്ഷൻസ് ഉണ്ട്. എല്ലാ വീഡിയോയിലും പറയുന്നതായതുകൊണ്ട് വിശദീകരിക്കുന്നില്ല. ഞാൻ പേയ്മെൻറ്റ് നടത്തുകയാണ്. ഞാനിവിടെ ബാങ്കിൽ ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈലിലേക്ക് വന്ന OTP ടൈപ്പ് ചെയ്ത് കൊടുത്ത് സബ്മിറ്റ് കൊടുക്കുകയാണ്. തുടർന്ന് ഇങ്ങനെ ഒരു പോപ്പപ്പ് വിൻഡോ വരുന്നതാണ്. ക്ലോസ് ചെയ്യാവുന്നതാണ്. തുടർന്ന് നമ്മൾ അടച്ച 50 രൂപയുടെ റെസിപ്റ്റ് ലഭിക്കുന്നതാണ്. അതവിടെ പ്രിൻറ്റ് കൊടുക്കാൻ വേണമെങ്കിൽ തൊട്ട് വലത് സൈഡിലായി പ്രിൻറ്റ് RC പർട്ടിക്കുലേഴ്സ് സർട്ടിഫിക്കറ്റ് എന്ന് കാണാം. അവിടെ പ്രസ് ചെയ്ത് നമുക്ക് RC പർട്ടിക്കുലറിൻ്റെ സർട്ടിഫിക്കറ്റ്
പ്രിൻ്റ് ചെയ്തെടുക്കാവുന്നതാണ്. വളരെ പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു പ്രോസസ്സാണിത്. RC പർട്ടിക്കുലർ സർട്ടിഫിക്കറ്റിൽ പ്രസ് ചെയ്താൽ നമുക്ക് വീണ്ടും ഇങ്ങനൊരു വിൻഡോ ലഭിക്കും. ഇവിടെ പ്രിൻ്റ് ഓപ്ഷനുണ്ട്. ആ പ്രിൻ്റ് ഓപ്ഷനിൽ പ്രസ് ചെയ്ത് നമുക്ക് RC പർട്ടിക്കുലറിൻ്റെ സർട്ടിഫിക്കറ്റ് പ്രിൻ്റ് ചെയ്തെടുക്കുകയോ സേവ് ചെയ്യുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. റീപ്രിൻ്റ് ചെയ്യാനൊന്നുമുള്ള സൗകര്യമില്ല. ഇത് സേവ് ചെയ്ത് സൂക്ഷിക്കുക. പ്രിൻ്റ് എടുത്ത് കോപ്പിയൊക്കെ എടുത്ത് സൂക്ഷിക്കുവാൻ ശ്രമിക്കുക. വീണ്ടും വേണമെങ്കിൽ വീണ്ടും അപേക്ഷിക്കുകയാണ് ചെയ്യേണ്ടുന്നത്. ഇതോടെ ഈ ഒരു വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കാതിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.